ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഓണൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല, കുറേ നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ആക്കണം. നമ്മളത് കുറേ നാളിങ്ങനെ കരുതി വെച്ചിരുന്നു. വെറുതെ ഇങ്ങനെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ കുറേ നാൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഇപ്പം ഞങ്ങൾക്ക് തോന്നി അത് വേണ്ട, നമുക്കത് വേണ്ട, നമുക്ക് ഇനി അതങ്ങ് മാറ്റാം, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കാം, മുകളിൽ എങ്ങാനും കൊണ്ടുവന്ന് വയ്ക്കാം. അയ്യോ, ഞാനേ കുറച്ച് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾ കറി, തക്കാളിക്ക്. അപ്പോൾ അതൊന്ന് തിളച്ചങ്ങ് എന്നോട് ചോദിക്കാണ്ട് അങ്ങ് പുറത്തേക്കോട്ട് പോയി. നമ്മളോട് ചോദിക്കില്ലല്ലോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്നോടൊന്നും മിണ്ടി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഡയലോഗിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആ പണി മാത്രമല്ലല്ലോ, വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കറി വയ്ക്കാനായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഡ്ഡലി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കറി അങ്ങ് സെറ്റാക്കി ആദ്യം എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചേട്ടൻ ധൃതിയായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കറി ഒന്ന് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ, എന്നിട്ട് മതി എൻ്റെ പരിപാടികളെന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഭക്ഷണം റെഡിയാവില്ലേ, ചേട്ടന് പോകുമ്പോഴേക്കുള്ള കാര്യങ്ങളാണ് റെഡിയാക്കാൻ എന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം പോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറിയൊക്കെ സെറ്റായി, ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി. ഇത് ഇഡ്ഡലി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കഴിക്കാം. ഇനി കുറച്ച് വേപ്പില ഒഴിക്കട്ടെ കേട്ടോ. വേപ്പില ഒഴിച്ചിട്ട് നമുക്ക് അങ്ങ് ഉപയോഗിക്കാം. കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് മുകളിൽ ഒഴിക്കണം, നല്ലതാണേ. തീ ഓഫ് ചെയ്തിട്ടു, എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഇത് കട്ടി ആയിക്കോളും. കുറച്ച് കഴിയുമ്പോഴേക്കും എടാ സാധനങ്ങൾ കൊണ്ടുപോകണം മുകളിലേക്ക്. ഹലോ, എവിടെയാണ് മാഷേ? വാ, കുറേ വേസ്റ്റ് ഉണ്ട്, കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞ ഇത് ഉപയോഗിക്കാറില്ല. വീഡിയോ ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചു. പിന്നെ ഞാൻ പണിയെടുക്കുന്ന നാട്ടുകാരൊക്കെ കാണട്ടെ. അതല്ല, ഇതും കൂടി അത് പിടിച്ചോ. എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ പരപരാ വീണുണ്ട്, ഒക്കെ പഴകി. ഇത് കുറേ വർഷം മുന്നത്തെ സാധനമാണ് കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങളത് കൊണ്ടുപോകുന്നത്. ഒരാവശ്യമില്ലാത്ത ചാരുവഞ്ച് ഊഞ്ഞാലുണ്ടായിരുന്നു ഇവിടെ. ആ ഊഞ്ഞാലൊക്കെ പൊതിലിച്ച് കാരണം നമ്മൾ മാറ്റി. അത് ആ മേശ ഒന്നിനും കൊള്ളില്ല. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞാൽ ഒടിയും. അതേപോലെയാണ് എൻ്റെ ലെവല്. Aqui.
ഇത് എന്താ ചെയ്യണ്ടേ ചിന്ത അതിനുള്ളിൽ അപ്പത്തി വെക്കില്ല, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറക്കാൻ അടയ്ക്കാനുള്ളതാ. ലാസ്റ്റ് നമുക്ക് ആലോചിച്ചിട്ട് വെക്കാം. ആലോചിച്ചിട്ട് അയ്യോ ചൂലെടുത്തില്ലോ, ചൂല് ഇതിന്റെ മുകളിൽ ചൂലെടുക്കിട്ട് എനിക്കറിയാം, ഞാൻ തലയിൽ വെച്ച് നോക്കണ്ടായിരുന്നു. കുറച്ച് പണികള് ഉണ്ട് ഇവിടെ. മുഖത്ത് മുകളിലേക്ക് വന്നിട്ടില്ല. മറ്റേ സാധനം കോലും കൂടി മാറാല കോലും കൂടി എടുക്കായിരുന്നു. ഇത് കൊണ്ടുവന്നോ, എവിടെയാണ് തട്ടിയിട്ട് തട്ടിക്കും. അതുകൊണ്ട് ഈ സാധനത്തിൽ മാറ്റി അത് എന്തിനാ വേണമെന്നാ ഞാനിവിടെ തുറയ്ക്കുമ്പോ അടിക്കാനും ഇല്ലിരിക്കുന്നതാ. വെറുതെ ഇങ്ങനെ തട്ടിയാൽ മതി. അത് കൊണ്ടുവരാനൊന്നും തട്ടണ്ട, അങ്ങനെ വെറുതെ തട്ടിയാൽ മതി. അങ്ങനെ രണ്ടുപേരും കൂടി അതങ്ങ് മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ വെച്ചു വിട്ടാ. ഞാനൊന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഓരോ ഇത്. അപ്പോൾ അടിച്ചൊക്കെ അവിടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് സെറ്റൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, ആ മേശ കൊണ്ടിട്ട് ഇവിടെ ഇട്, അവിടെ ഇട്, ഞാനായല്ലോ പിന്നെ എഞ്ചിനീയർ. എല്ലാം കഴിയുമ്പോൾ ഞാനാണ് ഇവിടുത്തെ എഞ്ചിനീയർ. എന്തെങ്കിലും ചെയ്തോട്ടെ എന്നല്ല അവർ. അത് ഇതാണ് 70 രൂപ വെച്ച് കൊടുക്കണം. രൂപ വെച്ച് കൊടുക്കണം എന്ന് മാത്രമല്ല, 70 രൂപ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ് എടുത്തുകൊണ്ട് പോകുന്ന ആൾ. അപ്പോൾ വേസ്റ്റ്, അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ ഓരോ ബാഗും, ഇഷ്ടം പോലെ ബാഗും, കുറേ സാധനങ്ങൾ വേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട്, ഞങ്ങൾ 2 പേർക്കും അത് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വീടാണെങ്കിൽ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡേർട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് ഞങ്ങൾ 2 ആളും കൂടിയിട്ട്. പക്ഷെ സമ്മതിക്കണില്ല. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളോ ഞാൻ ഒതുക്കാനായിട്ട് എനിക്ക് വരണം. കുറച്ചൊക്കെ അങ്ങനെ ഒതുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബക്കറ്റ് എടുക്കാം, തുണികൾ കഴുകാം. അപ്പം താഴത്തേക്ക് പോവാം. ഭയങ്കര പണികളായി, നല്ല പണിയാണ്. ചില ഒരു പണി ഭയങ്കരമായി കഴിഞ്ഞാൽ വലിയ പണിയായി. അല്ലെങ്കിൽ നമുക്ക് ഒരു 100 പണികൾ എടുക്കാമല്ലോ. അതൊക്കെ ഞാൻ വരച്ച എൻ്റെ കലാവിരുതുകളാണ്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും കറിയൊക്കെ നന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ പീസ് കറി ഇടിയിലേക്കുള്ളത്. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. ഞാൻ അടുത്ത പണികൾ